മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അതിലേക്ക് നമുക്ക് പോകാം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഇ.ഡി. കേസെടുത്ത് അന്വേഷിക്കും. ഈ സ്വർണ്ണക്കൊള്ള ഇ.ഡി. കേസെടുത്ത് അന്വേഷിക്കും. ഇ.ഡിക്ക് മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടും FIS അടക്കമുള്ള രേഖകൾ ഇ.ഡിക്ക് കൈമാറണം. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിൻ്റെ റിമാൻഡ് കാലാവധിയും വിജിലൻസ് കോടതി ജനുവരി 1 വരെ നീട്ടി. കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി M. മനോജ് ചേരുന്നു. മനോജ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി ചുമതലപ്പെടുത്തിയാണ്. പക്ഷേ ഈ കേസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. സർക്കാർ തന്നെ പരസ്യമായി രംഗത്ത് എത്തിയതാണ്. ഇ.ഡി. അന്വേഷണം വേണ്ട എന്ന് സർക്കാർ എന്തൊക്കെയോ ഭയക്കുന്നു. പ്രത്യേകിച്ച് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ എന്തൊക്കെയോ ഭയക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിയോജിപ്പ്, എതിർപ്പ് മറികടന്നുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ ഇ.ഡിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ മനോജ്? തീർച്ചയായും ഇ.ഡി. ഈ അപേക്ഷ സമർപ്പിച്ചത് തന്നെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. അതായത് ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡിക്ക് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ അനുമതി നൽകിയിരുന്നു. അതിനനുസരിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ സാധിക്കില്ല എന്ന നിലപാടിലായിരുന്നു SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിച്ചത്. അത്തരത്തിലായിരുന്നു. സമാന്തര അന്വേഷണം നടത്തിയാൽ അത് അന്വേഷണത്തെ മുഴുവനായും ബാധിക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വലിയൊരു എതിർപ്പ്, ശബരിമലയിലേക്ക് ഇ.ഡി. വേണ്ട എന്നുള്ള നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനൊക്കെയുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നടന്നിട്ടുള്ളത്. അതായത് ഈ വിധി പ്രസ്താവന ഇന്നായിരുന്നു. ഈ ഇ.ഡി. സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഹർജിയിൽ അതിൽ തന്നെ ഇ.ഡിക്ക് മുഴുവൻ രേഖകളും റിമാൻഡ് റിപ്പോർട്ടുകളും FIS അടക്കം കൈമാറണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അതിനനുസരിച്ച് തന്നെ ഇ.ഡി. അത് കേസെടുത്ത് അന്വേഷിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇ.ഡി. അന്വേഷണത്തെ ഭയപ്പെടുന്നവർ വീണ്ടും കുരുക്കിലേക്ക് പോവുകയാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാട് അത് കൃത്യമായും ഇ.ഡി. വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെ തരത്തിലാണ് നടന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെ പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയ ശേഷമാണ് രേഖകളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഇ.ഡിക്ക് അനുകൂലമായി തന്നെയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് അടക്കം കടക്കാൻ ഇ.ഡി. തയ്യാറെടുക്കുകയാണ്. ഇത്രയും നാൾ വൈകിപ്പിച്ചത് അത് നമുക്ക് മനസ്സിലാകും. സ്വാഭാവികമായും എതിർപ്പ് രേഖാമൂലം അറിയിക്കണമെന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിലൊക്കെ വാദിച്ചു. പിന്നീട് രേഖാമൂലം അറിയിക്കുന്നതിന് വീണ്ടും സമയമെടുത്തു. അങ്ങനെ ഈ ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. സർക്കാരിൻ്റെ ഒരു താല്പര്യം നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എത്രത്തോളം ഇ.ഡി. അന്വേഷണത്തെ വൈകിപ്പിക്കുവാൻ പറ്റുമോ അത്രത്തോളം വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അവസാനം അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുമായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ സ്വർണത്തിൻ്റെ ക്രയവിക്രയം നടന്നിരിക്കുന്നത് കള്ളപ്പണം ഉപയോഗിച്ച് ആണ് എന്ന് ഇ.ഡി. കണ്ടെത്തിയിരുന്നു. ഇ.ഡി. പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, മുൻ ആഭ്യന്തരമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് 500 കോടിയുടെ ഇടപാടാണ് നടന്നത് എന്നുള്ളത്. സ്വർണത്തിൻ്റെ മൂല്യമല്ല, മറിച്ച് ഈ ആൻറ്റീക് വാല്യൂ, അതായത് പുരാവസ്തുവിന് അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന മൂല്യം അത് സഹസ്ര കോടികളാണ്. അപ്പോൾ 500 കോടിയുടെ ഇടപാട് നടന്നു എന്ന് ഒരു വ്യവസായി അദ്ദേഹത്തിന് വിവരം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വ്യവസായിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞത് 500 കോടിയുടെ ഇടപാട് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കള്ളപ്പണം ഉപയോഗിച്ച് ഈ ഇടപാട് നടന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വരുന്നത്? അതായത് കൃത്യസമയത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും അതുതന്നെയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അനധികൃതമായിട്ടുള്ള ഈ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു, അത് കള്ളപ്പണ ഇടപാടിലൂടെയാണ് എന്നുള്ളത് ഇ ഡി കണ്ടെത്തുന്നു. അതിനു പിന്നാലെയാണ് അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, രമേശ് ചെന്നിത്തല അടക്കം നൽകിയിട്ടുള്ള മൊഴി അത് നിർണായകമാണ്. ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഉന്നതരിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ കാണുന്നതാണ്, ഒരു ഉദ്യോഗസ്ഥ വലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അന്വേഷണം. കൂടിപ്പോയാൽ പത്മകുമാറിലേക്ക് മാത്രം. ഏറ്റവും അവസാനമായി പ്രമുഖരിൽ അറസ്റ്റിലായത് പത്മകുമാർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർന്നു നിൽക്കുമ്പോഴാണ്, തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തൊക്കെ ആ ദിവസങ്ങളിലൊന്നും ഒരു അറസ്റ്റ് പോലും ഉണ്ടാകുന്നില്ല. അതിനുശേഷമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിനെ വരെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ആ ഒരു വലയത്തിൽ മാത്രം നിന്നുകൊണ്ടുള്ള അന്വേഷണം പോരാ എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമാണ്. അത് വിശ്വാസികൾക്കും അത് തന്നെയാണ്. അത്തരത്തിലൊരു ആവശ്യമുണ്ടായിരുന്നു, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ളത്. ആ ആവശ്യം തന്നെയാണ് നമുക്കിപ്പോൾ ഇ ഡിയിലൂടെ സാധ്യമാകുമെന്ന് മനസ്സിലാകുന്നത്. അതായത് പ്രമുഖരിലേക്ക് തന്നെ അന്വേഷണം എത്തുമെന്നതിൽ സംശയമില്ല. അതായത് അറസ്റ്റിലായ പല ഉദ്യോഗസ്ഥരെയും നോക്കി ഇന്നും മറയത്തിരുന്ന് ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളൊക്കെ തന്നെ ഇനി വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളതിൽ സംശയമില്ല. ഇ ഡിയുടെ അന്വേഷണം അത്തരത്തിൽ തന്നെയായിരിക്കും. പ്രത്യേകം കേസെടുത്താണ് അന്വേഷിക്കുക. ആ കള്ളപ്പണ ഇടപാട് ഏതൊക്കെ തരത്തിലാണ് നടന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇ ഡി ശേഖരിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നാകും ഈ അന്വേഷണം കേന്ദ്രീകരിച്ച് മറ്റ് നടപടികളിലേക്കൊക്കെ പോകുക. എന്തായാലും ഇ ഡി അഭിഭാഷകൻ എം ജെ സന്തോഷാണെന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരായത്. നേരത്തെ തന്നെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഇ ഡിയെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നു. മുഴുവൻ രേഖകളും കൊടുക്കാൻ സാധിക്കില്ല, അന്വേഷണത്തിൻ്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാദത്തെയാണ് വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. എന്തായാലും ഇ ഡി അന്വേഷണം ശബരിമല കേസിൽ വരുമ്പോൾ അതിൽ ഭയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഈ മന്ത്രിതലങ്ങളിലൊക്കെ ഇരിക്കുന്നവരിലേക്ക് അന്വേഷണം എത്തുമോ, അല്ലെങ്കിൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇ ഡി അന്വേഷണത്തെ പലതവണ തടയിടുവാൻ വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഇ ഡിന് ഈ മൊഴിയൊക്കെ കൃത്യമായും പരിശോധിച്ച് റിമാൻഡ് റിപ്പോർട്ടുകളടക്കം പരിശോധിച്ച് ആർക്കൊക്കെയാണ് ഈ കേസിൽ കൃത്യമായി പങ്കുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ നേരത്തെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പത്മകുമാർ അടക്കം പറഞ്ഞിരുന്ന ദൈവതുല്യനായ ഒരാൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇന്നും ഈ അന്വേഷണത്തിൻ്റെ വലയത്തിന് പുറത്താണ് നിൽക്കുന്നത്. അവരെയൊക്കെ ഇനി ചോദ്യം ചെയ്യാൻ ഇ ഡിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, അവരുടെ കണ്ടെത്തലുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യം ചെയ്യുവാനുള്ള ഒരു നടപടികളിലേക്ക് അടക്കം കടക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശബരിമലയിലെ സ്വർണം കട്ടവരാരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. അതിലേക്ക് തന്നെയാണ് ഇ ഡിയും കടക്കുന്നത്. അതിൽ കള്ളപ്പണ ഇടപാട് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിശകലനം അത് നമുക്ക് കാണാൻ സാധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേസെടുത്ത് അന്വേഷിക്കാൻ, FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഇ ഡിക്ക് കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. ആർ രാജീവും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. രാജീവ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തെ തുടക്കം മുതൽ സർക്കാർ എതിർത്തിരുന്നു. അതായത് മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു എതിർപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നേരത്തെ മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ പരൽ മീനുകൾ മാത്രമാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് സഹസ്രകോടികളുടെ കള്ളപ്പണ ഇടപാട് ആണ് എന്ന വിവരം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇ ഡി അന്വേഷിക്കാൻ സന്നദ്ധമായത്. ഇ ഡി അക്കാര്യം കോടതിയെ അറിയിച്ചു. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിയോജിപ്പായിരുന്നു, സർക്കാരിന് വിയോജിപ്പായിരുന്നു. സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ SIT ആ വിയോജിപ്പ് കോടതിയെ അറിയിച്ചത്. പക്ഷേ എന്തായാലും ഇ ഡി അന്വേഷണമാവാം എന്ന ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇ ഡിക്ക് എല്ലാ രേഖകളും കൈമാറണമെന്ന് SITയോട് അന്വേഷിച്ചിരിക്കുന്നു. രാജീവ്, തുടർന്നും ഇതിലൊരു ഇടപെടൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം നമുക്കറിയാം, നേരത്തെയും ഇ ഡിയെ ഏൽപ്പിച്ച ചില കേസുകളിലൊക്കെ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ രേഖകൾ കൈമാറാൻ വിമുഖത കാണിച്ചിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിലും ഒരുപക്ഷെ സമാനമായിട്ടുള്ള ഒരു നിലപാട് അനുവർത്തിക്കാനുള്ള സാധ്യത ഇല്ലേ രാജീവ്?
അൽനമീർ, ഏതായാലും സംസ്ഥാന സർക്കാർ എന്താണോ ഭയപ്പെട്ടിരുന്നത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒഴിവാക്കാനുള്ള എല്ലാ നീക്കങ്ങളുമായിരുന്നു സംസ്ഥാന സർക്കാർ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നപ്പോഴും കാര്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്താതിരുന്നത്. കാരണം ഇത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കൂടി അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്താതിരുന്നത്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘം എതിർപ്പ് അറിയിച്ചിട്ടും വിജിലൻസ് കോടതി അതിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകണം എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിലവിൽ വിജിലൻസ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ രേഖകൾ നൽകാതെ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കള്ളപ്പണ ഇടപാടുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കോടതിയിൽ ED സമർപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ ഇതിനുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഉന്നത തലത്തിൽ നടന്നിട്ടുള്ള മറ്റ് ഗൂഢാലോചനകൾ ഏതൊക്കെയാണ്? അതായത് നിലവിലിപ്പോൾ ഉന്നത ഉന്നതരായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പത്മകുമാറും എൻവാസും ഉൾപ്പെടെയുള്ളവരാണ് എങ്കിൽ അങ്ങനെയല്ല, അതിനുമപ്പുറത്തേക്ക് വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അറിയാതെ, അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ ഇത്തരത്തിൽ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതാണ് സർക്കാരിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും. അല്ലമ്പ്യ, തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. കൊല്ലം വിജിലൻസ് കോടതി ED അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുന്നു. മാത്രമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് രേഖകൾ കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന് ED അന്വേഷണത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ED അന്വേഷണത്തെ എതിർത്തിരുന്നു. സർക്കാരിന് ഏറ്റ മറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇത്. കൂടുതൽ വാർത്തകളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം.